ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വൈകുന്നേരം ചായക്ക് കടി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാട്ടോ. അപ്പോൾ ഒരു പഴമുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഗോതമ്പ് പൊടി കൊണ്ടാട്ടോ ഉണ്ടാക്കണം. ഗോതമ്പ് പൊടി, പഞ്ചസാര, നുള്ള് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ കലക്കിയെടുത്തോക്കണം കേട്ടോ. മൈദപ്പൊടി ഇല്ല, അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വെള്ളവും പാലും ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ ചായക്ക്. അപ്പോൾ പഴമൊക്കെ ഞാൻ നുറുക്കി വെച്ചേക്കണം കേട്ടോ. ഒരു പഴം എത്ര കഷ്ണമാക്കിക്കണോ നോക്കി. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ പഴംപൊരി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്നാലും പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കാം. മൈദ അല്ലെങ്കിലും പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. ഒരു പഴം കൊണ്ടാണ് ഞാൻ ഈ പഴംപൊരി മൊത്തം ഉണ്ടാക്കിക്കണം കേട്ടോ. അപ്പോൾ മൈദപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും പഴംപൊരി ഉണ്ടാക്കാതിരിക്കരുത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവുണ്ടല്ലോ, അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. പഴംപൊരി ചായ ഒരു പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കി. കുറേ ആൾക്ക് കടിയാവും കേട്ടോ. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗോതമ്പ് പൊടിൻ്റെ ചെറിയൊരു ചുവ ഉണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും നമുക്ക് ചായക്ക് കൂട്ടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.